നമസ്കാരം. എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് കുമാർ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് കേരളത്തിലെ വള്ളംകളി മത്സരങ്ങളെക്കുറിച്ച്. കേരളത്തിലെ വള്ളംകളി മത്സരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി മത്സരം ഏതാണെന്ന് ആദ്യം പറയണം, അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കണം. അത് നെഹ്റു ട്രോഫിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി മത്സരം എന്ന് അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി. നെഹ്റു ട്രോഫി തുടക്കം കുറിച്ച വർഷം 1952. നെഹ്റു ട്രോഫി നടക്കുന്നത് ആലപ്പുഴ പുന്നമട കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായൽ. നെഹ്റു ട്രോഫി അറിയപ്പെടുന്ന വിശേഷണം ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ബോട്ട് റേസ് വള്ളംകളി മത്സരം ഏതാണെന്ന് ചോദിച്ചാൽ നെഹ്റു ട്രോഫി. അപ്പോൾ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ആരംഭിച്ചത് 1952. ഇത് അരങ്ങേറുന്നത് പുന്നമട കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിൽ. നെഹ്റു ട്രോഫി അറിയപ്പെടുന്ന വിശേഷണം ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ്. ഇനി നെഹ്റു ട്രോഫിയുടെ ആദ്യ ജേതാക്കൾ എന്ന് 1952 നടുഭാഗം ചുണ്ടൻ. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി ബോട്ട് റേസ് വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടൻ. അപ്പോൾ 1952 നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ ജേതാക്കൾ നടുഭാഗം ചുണ്ടൻ. എന്നാൽ നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് കാരിച്ചാൽ ചുണ്ടൻ. ഇനി നെഹ്റു ട്രോഫി ബോട്ട് റേസ് മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. എന്നാൽ 2025 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം മാസ്കോട്ട് നോക്കൂ, കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. അപ്പോൾ നെഹ്റു ട്രോഫി മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. എന്നാൽ 2025 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. എന്നാൽ 2024 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം നീലു എന്ന നീലപ്പൊന്മാൻ. 24 നീലു. അപ്പോൾ നെഹ്റു ട്രോഫി മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. 2025 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. എന്നാൽ 2024 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം നീലു എന്ന നീലപ്പൊന്മാൻ. 2023 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന കുട്ടിയാന. 2023 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന കുട്ടിയാന. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൻ്റെ ട്രാക്കിൻ്റെ നീളം ഒന്ന് നോക്കാം, 1370 മീറ്ററാണ്. അപ്പോൾ 2023 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന കുട്ടിയാന. 2024 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം നീലു എന്ന നീലപ്പൊന്മാൻ. 2025 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. 2023 നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം കേശു എന്ന കുട്ടിയാന. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൻ്റെ ട്രാക്കിൻ്റെ നീളം 1370 മീറ്റർ. നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾ ചുണ്ടൻ വള്ളം, ചുരുളൻ വള്ളം, ഇരുട്ടുകുത്തി, വെപ്പ് വള്ളം, തെക്കനോടി തുടങ്ങിയവയാണ്. നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾ ചുണ്ടൻ വള്ളം, ചുരുളൻ വള്ളം, ഇരുട്ടുകുത്തി, വെപ്പ് വള്ളം, തെക്കനോടി. എന്നാൽ ചുണ്ടൻ വള്ളത്തിലെ തുഴച്ചിലുകാരുടെ എണ്ണം 111. ഒരു ചുണ്ടൻ വള്ളത്തിലെ തുഴച്ചിലുകാരുടെ എണ്ണം എത്രയാ? 111. ഇനി നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം അരങ്ങേറുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം അരങ്ങേറുന്നു എല്ലാ വർഷവും ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച. ഇനി 2024 70ാമത് നെഹ്റു ട്രോഫിയുടെ സ്ഥാനങ്ങൾ നേടിയവരെ കുറിച്ച് നമുക്ക് പഠിക്കാം. 2024 കഴിഞ്ഞ 70ാമത് നെഹ്റു ട്രോഫി 1-ാം സ്ഥാനം.
കാരിച്ചാൽ ചുണ്ടൻ. അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, 2024 കഴിഞ്ഞ നെഹ്റു ട്രോഫി ബോട്ട് റേസ് 70ാമത്. അന്ന് 1ാം സ്ഥാനം കാരിച്ചാൽ ചുണ്ടൻ. ആ വള്ളം തുഴഞ്ഞ ക്ലബ്ബ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഓർക്കണം, കാരിച്ചാൽ ചുണ്ടനാണ് ജേതാക്കൾ. ആ ചുണ്ടൻ വള്ളം തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. 2ാം സ്ഥാനം വിയ്യപുരം ചുണ്ടൻ. 3ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. ഈ പറയുന്നത് 2024 70ാമത് നെഹ്റു ട്രോഫിയുടെ ജേതാക്കളെക്കുറിച്ചാണ്. 2024 70ാമത് നെഹ്റു ട്രോഫിയുടെ 1ാം സ്ഥാനം കാരിച്ചാൽ ചുണ്ടൻ, 2ാം സ്ഥാനം വിയ്യപുരം ചുണ്ടൻ, 3ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. എന്നാൽ 1ാം സ്ഥാനം നേടിയ കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഇനി 2025 71ാമത് ജേതാക്കൾ. 1ാം സ്ഥാനം വിയ്യപുരം ചുണ്ടൻ, 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ, 3ാം സ്ഥാനം മേൽപ്പാടം ചുണ്ടൻ. 2025 71ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ 1ാം സ്ഥാനം വിയ്യപുരം ചുണ്ടൻ, 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ, 3ാം സ്ഥാനം മേൽപ്പാടൻ ചുണ്ടൻ. ഇനി മറ്റൊരു വള്ളംകളി മത്സരം, ആറന്മുള ഉത്രട്ടാതി അല്ലെങ്കിൽ ആറന്മുള വള്ളംകളി. ആറന്മുള വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉത്രട്ടാതി അല്ലെങ്കിൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി മത്സരമെന്ന് അറിയപ്പെടുന്നതും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി മത്സരം നടക്കുന്നത് പമ്പാ നദിയിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി മത്സരം അറിയപ്പെടുന്ന പേര് ജലത്തിലെ പൂരമെന്നാണ്. അപ്പോൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി മത്സരമെന്ന് അറിയപ്പെടുന്നതാണ് ആറന്മുള വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി മത്സരം ഇതാണ്. നടക്കുന്നത് പമ്പാ നദിയിലാണ്. ജലത്തിലെ പൂരമെന്ന് അറിയപ്പെടുന്നു. ഇനി മറ്റൊരു വള്ളംകളി മത്സരത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ചമ്പക്കുളം. ഒരു വർഷത്തെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളി മത്സരത്തോടു കൂടിയാണ്. ഒരു വർഷത്തെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളി മത്സരത്തോടു കൂടിയാണ്. 2025 ചമ്പക്കുളം വള്ളംകളി ജേതാക്കൾ ചെറുതന പുത്തൻ ചുണ്ടൻ. 2025 ചമ്പക്കുളം വള്ളംകളി ജേതാക്കൾ ചെറുതന പുത്തൻ ചുണ്ടൻ. ഒരു വർഷത്തെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളിയോട് കൂടിയാണ്. ഇനി കരുമാടി ബോട്ട് റേസ്. കരുമാടി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴയിലാണ്. നടക്കുന്നത് പമ്പാ നദിയിലാണ്. അപ്പോൾ കരുമാടി ബോട്ട് റേസ് ആലപ്പുഴയിലാണ്, പമ്പാ നദിയിലാണ്. മറ്റൊന്ന് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. സ്ഥലം കൊല്ലം. അപ്പോൾ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലത്താണ്. അപ്പോൾ കരുമാടി ബോട്ട് റേസ് ആലപ്പുഴയിലാണ്, നടക്കുന്നത് പമ്പാ നദിയിലാണ്. എന്നാൽ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്, കൊല്ലത്താണ്. ഇനി മറ്റൊരു വള്ളംകളി മത്സരം ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് കൊച്ചിയിലാണ്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ. അപ്പോൾ ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നു കൊച്ചി. അതെവിടെയാണ് നടക്കുന്നു എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ. മറ്റൊന്ന് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് പുളിങ്കുന്നത്താണ്, ആലപ്പുഴയിലാണ്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നു പുളിങ്കുന്നത്ത്, ആലപ്പുഴ. ഇനി മറ്റൊരു വള്ളംകളി മത്സരം പരിചയപ്പെടാം. പായിപ്പാട് വള്ളംകളി പായിപ്പാട് നദിയിലാണ്. ലൊക്കേഷൻ ആലപ്പുഴ. തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലായി നടക്കുന്ന വള്ളംകളി മത്സരമാണ് പായിപ്പാട് വള്ളംകളി. തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലായിട്ട് നടക്കുന്നത് കൊണ്ട് ഈ വള്ളംകളി മത്സരം അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. കേരളത്തിലെ ദൈർഘ്യമേറിയ അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വള്ളംകളി മത്സരം എന്നറിയപ്പെടുന്നു പായിപ്പാട്. ഇനി മറ്റൊരു വള്ളംകളി മത്സരം നമുക്ക് പരിചയപ്പെടാം. അത് കുഞ്ഞാലി മരക്കാർ ട്രോഫി ചാലിയാർ പുഴയിലാണ്. ഇനി മറ്റൊരു വള്ളംകളി മത്സരത്തെ നമുക്ക് പരിചയപ്പെടാം. കുഞ്ഞാലി മരക്കാർ ട്രോഫി ചാലിയാർ പുഴയിലാണ്, ബേപ്പൂരാണ്.
അപ്പോൾ കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് എവിടെയാണ്? ബേപ്പൂരാണ്. എവിടെയാണ് നടക്കണേ? ചാലിയാർ പുഴയിൽ. അടുത്തത് മദർ തെരേസ ട്രോഫി. മദർ തെരേസ ട്രോഫി നടക്കുന്നത് അച്ചൻകോവിലാറാണ്. പിന്നെയോ സ്ഥലമോ ആലപ്പുഴയാണ്. അപ്പോൾ കുഞ്ഞാലി മരക്കാർ ട്രോഫി ചാലിയാർ പുഴയിലാണ്, ബേപ്പൂരാണ്. എങ്കിൽ മദർ തെരേസ ട്രോഫി നടക്കുന്നത് അച്ചൻകോവിലാറിലാണ്, ആലപ്പുഴയിലാണ്. ഇനി ശ്രീനാരായണ ട്രോഫി. ശ്രീനാരായണ ട്രോഫി നടക്കുന്നത് കന്നേറ്റിക്കായലിലാണ്, കൊല്ലത്ത്. എന്നാൽ ശ്രീനാരായണ ഗുരു ട്രോഫി, അത് തന്നെയാണ് ശ്രീനാരായണ ഗുരു ജയന്തി ട്രോഫി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു ട്രോഫി കുമരകത്താണ്, കോട്ടയത്താണ്. എന്നാൽ ശ്രീനാരായണ ട്രോഫി കന്നേറ്റിക്കായൽ, കൊല്ലം. ശ്രീനാരായണ ഗുരു ട്രോഫി കുമരകം, കോട്ടയം. ഇനി അയ്യങ്കാളി ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്താണ്, വെള്ളായണി കായലിലാണ്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. അപ്പോൾ അയ്യങ്കാളിയുടെ പേരിലുള്ള അയ്യങ്കാളി ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് വെള്ളായണി കായലിലാണ്, തിരുവനന്തപുരത്താണ്. ഇനി മറ്റൊന്ന് താഴത്തങ്ങാടി ബോട്ട് റേസ്. താഴത്തങ്ങാടി ബോട്ട് റേസ് വള്ളംകളി മത്സരം നടക്കുന്നത് മീനച്ചിലാറിലാണ്, കോട്ടയത്താണ്. താഴത്തങ്ങാടി വള്ളംകളി, മീനച്ചിലാർ, കോട്ടയം. മറ്റൊന്ന് കല്ലട ജലോത്സവം. കല്ലട ജലോത്സവം എവിടെയാ? മൺട്രോ തുരുത്തിലാണ്, കൊല്ലത്താണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾക്കായി എയ്സ് ആപ്പ് ഫോളോ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.